അസ്സലാമലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. ചെറിയ തെറ്റുകളും പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ ക്ഷമിക്കണം കേട്ടാ. ഞാൻ ഇന്ന് മാളുവിൻ്റെ ഒരു ജീവിതക്കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നും മനസ്സിൽ നിന്ന് മായാത്ത എൻ്റെ സ്വന്തം മാളു. മാളു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അവളെ ജ്യേഷ്ഠത്തിൻ്റെ കല്യാണം. നല്ല സുന്ദരി മോളായിരുന്നു കേട്ടാ മാളു. ഓടിച്ചാടി നടന്നിരുന്ന സമയത്ത് 5 ആങ്ങളന്മാർ ഇടയിലുള്ള 3 പെൺകുട്ടികളായിരുന്നു അവർ. അതിൽ 2ാമത്തെ മോളായിരുന്നു മാളു. ബാപ്പാക്കും ഉമ്മാക്കും ആങ്ങളന്മാർക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു അവളെ. എല്ലാവർക്കും കാണാനാണെങ്കിൽ സുന്ദരി പെണ്ണ്, സുന്ദരി മോളെന്ന് പറഞ്ഞാൽ എല്ലാതും പടച്ചോൻ അവൾക്ക് കൊടുത്തിട്ട് അത്ര ഒരു മുഖലക്ഷണമുള്ള ഒരു മോളായിരുന്നേ. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവളെ ജ്യേഷ്ഠത്തിൻ്റെ കല്യാണം. അങ്ങനെ കല്യാണത്തിൻ്റെ അന്ന് അവളെ കാല് കോണിമേര യദുവിനൊന്ന് തട്ടി. അതാണ് ഉണ്ടായത്. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾക്ക് കാലിൻ്റെ മുട്ടൊരു വേദന വന്ന്. അങ്ങനെ നല്ല ഡോക്ടറെ, സാധാരണ ഒരു എല്ലിൻ്റെ ഡോക്ടറെയൊക്കെ കൊണ്ടുപോയി കാണിച്ച് സമാധാനമില്ല. പിന്നെ അവർ ഏതോ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് എഴുത്ത് കൊടുത്ത് അവിടെ കൊണ്ടുപോയി എല്ലാ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ക്യാൻസർ എന്ന മാരക രോഗത്തിന് അവളെ അടിമയായിരുന്നു. അങ്ങനെ മരുന്നും ചികിത്സയും മെഡിക്കൽ കോളേജും മിംസും പല ആസ്പത്രികളും കയറി ഇറങ്ങി. അവിടൊപ്പൊക്കെ മാനസികമായിട്ട് ആ കുടുംബം തന്നെ വല്ലാതെ തകർന്നു. അങ്ങനെ അവർ ചെന്നൈക്ക് കൊണ്ടുപോയി. ചെന്നൈയിലായിരുന്നു ഉപ്പാക്ക് ബിസിനസ്സൊക്കെ, ആങ്ങളന്മാരൊക്കെ. അങ്ങനെ അവിടെ വെച്ചിട്ട് കാല് മുറിച്ചു. ആദ്യം കാലിൻ്റെ മുട്ട് വരെ, പിന്നെ വീണ്ടും മേപ്പോട്ടേക്കായിട്ട്, ചുരുക്കി പറഞ്ഞാൽ കാലിൻ്റെ തൊട വരെ മുറിച്ച് നീക്കി. ആ സങ്കടത്തിൽ ഒരുപാട് സങ്കടപ്പെട്ട് കഴിയുമായിരുന്നു എല്ലാവരും. ആ കുടുംബവും ആ കൂട്ടുകാരും എല്ലാവരും ആ ദുഃഖത്തിലായിരുന്നു. അങ്ങനെയാണ് അവൾ ജ്യേഷ്ഠത്തിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഓളെ ഉപ്പാൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകനുക്ക് വേണ്ടി വിവാഹം ആലോചിച്ചു. അപ്പോൾ അവർ മുടക്കൊന്നും പറഞ്ഞില്ല. അവൾ പഠിക്കല്ലേ, പഠിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞു. അവർ കുറച്ച് ദൂരെയായിരുന്നു അവർ വീട്. അങ്ങനെ ഈ മാളുവിൻ്റെ ഉമ്മ ആസ്പത്രിയിൽ നിന്നിരുന്ന സമയത്ത് ആ കൂട്ടുകാരൻ്റെ ഉപ്പാൻ്റെ ആ കൂട്ടുകാരൻ്റെ ഭാര്യയും മകനും ഒക്കെ ആയിരുന്നു അവർക്കും വേണ്ടിയിട്ട് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തിരുന്നത്. അവളെ ഒരു വീൽ ചെയറിൽ നിന്ന് മറ്റേക്ക് കയറ്റി കിടത്താനും ഒക്കെ ആ മകനും ഒപ്പം നിന്ന് സഹായിച്ചു. അങ്ങനെ മാളു സുഖപ്പെട്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വീട്ടിലെത്തി. പയ്യെ പയ്യെ അവൾ വെപ്പ് കാലേറ്റ് എണീച്ച് നടക്കാൻ തുടങ്ങി. ഇന്നാലും ആ മുഖത്തിനൊരു വാട്ടം പോലും ഇല്ലായിരുന്നു. ആ മുഖം കണ്ടാലും നമുക്ക് സന്തോഷം തോന്നും. അത്ര സുന്ദരിയായിരുന്നു അവൾ. വീട്ടിലും കൂടി കുറച്ചിരുന്നപ്പോൾ ചെറിയ ജോലികളൊക്കെ വീട്ടിൽ ഉമ്മാക്കൊക്കെ സഹായിച്ചു കൊടുക്കും. പച്ചക്കറി അരിയാനും അവളെ കസാലയിലൊക്കെ ഇരുന്നിട്ട് അടുക്കളയിലൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കും. ആ അവസരത്തിൽ അവളെ വിഷമം അറിയിക്കാതെ എല്ലാവരും അവളെ സന്തോഷത്തിനും വേണ്ടിയിട്ട് മത്സരിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് അവളെ കാല് മുറിക്കണതിൻ്റെയൊക്കെ മുന്നേ, ജ്യേഷ്ഠത്തിൻ്റെ കല്യാണ സമയത്ത്, അസുഖം ഉണ്ടാകുന്നതിൻ്റെ മുന്നേ, ചുരുക്കി പറഞ്ഞാൽ അവളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ട ആ മകൻ വീണ്ടും അവളെ വിവാഹം കഴിക്കാൻ ചോദിച്ചു. അപ്പോൾ മാളുവിൻ്റെ ഉപ്പ സമ്മതിച്ചില്ല.
വേണ്ട മോനെ, നിനക്ക് ഒരിക്കൽ പിന്നെ അവളൊരു ഭാരമായി തീരുമെന്ന് പറഞ്ഞു. പക്ഷെ മാണു സമ്മതിച്ചില്ല. പക്ഷെ അവൻ നിരന്തരമായിട്ട് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഞാനും മാളുവിനെയാണ് സ്നേഹിച്ചതെന്ന് പറഞ്ഞു ആ മോൻ. അങ്ങനെ വീണ്ടും എല്ലാവരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി മാളു സമ്മതം മൂളി. ഈ മകനും അവളായിട്ട് ഒരുപാട് സംസാരിച്ചു. അങ്ങനെ കല്യാണത്തിന് മാറ്റി ഒരുങ്ങി ആ വെപ്പുകാലേറ്റ് അവൾ ചാരി നിൽക്കുന്നത് കണ്ടാൽ ആരും പറയില്ല ഒരു കാല് നഷ്ടപ്പെട്ടൊരു മോളാണെന്ന്. അത്ര സുന്ദരിയായിരുന്നു. അങ്ങനെ ആ നിക്കാഹിൻ്റെ സമയത്ത് പുതിയാപ്പിൾക്ക് കൈ കൊടുത്ത് നിക്കാഹ് നടക്കുന്ന സമയത്ത് ആ മാളുവിൻ്റെ ഉപ്പ ആ മകനെ പിടിച്ച് 2 കവിളത്തും ഉമ്മ കൊടുത്തു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞു. എന്നാൽ എൻ്റെ മകൾക്ക് ഒരു കാല് നഷ്ടപ്പെട്ടിട്ട് അവൾക്കൊരു ജീവിതം കൊടുക്കാൻ തുനിഞ്ഞ ആ ചെറുപ്പക്കാരൻ്റെ മുന്നിൽ ആ ഉപ്പാക്ക് തല കുനിക്കേണ്ടി വന്നു. ആ കുട്ടിയുടെ സ്നേഹത്തിന് മുന്നിൽ. നിക്കാഹിൻ്റെ സമയത്ത് ആ ബാപ്പാൻ്റെ പൊട്ടിക്കരച്ചിൽ കേട്ട് ആ പന്തലിൽ ഉണ്ടായിരുന്ന എല്ലാവരും പൊട്ടിക്കരഞ്ഞു. അത്ര സങ്കടകരമായിരുന്നു ആ നിക്കാഹ്. അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. സന്തോഷത്തിൻ്റെ നല്ല ദിവസങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൾ ഗർഭിണിയായി. ആ വിവരം അറിഞ്ഞപ്പോൾ എല്ലാവരും നല്ല സന്തോഷിച്ചു. അങ്ങനെ അവളുടെ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു അതൊക്കെ. അവൻക്ക് ഒന്നിനും ആഗ്രഹമില്ലായിരുന്നു. സ്വത്തിന മുതലിന ഒന്നും അവൻ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് മാളുവിനെ മാത്രം മതിയെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. അങ്ങനെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം പ്രസവമൊക്കെ കഴിഞ്ഞ് ഒരു പൊന്നു മോൾക്ക്, മാളുവിനെ പോലെ തന്നെ ഒരു മോൾക്ക് അവൾ ജന്മം നൽകി. മാളുവിനെ പോലെ തന്നെ സുന്ദരി മോളായിരുന്നു. പ്രസവമൊക്കെ കഴിഞ്ഞ് ഒരു വയസ്സ് കുട്ടിക്കായി തുടങ്ങിയപ്പോൾ വീണ്ടും മാളുവിന് ആ അസുഖം വന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു, ഇനി ഇത് മാറില്ലാന്ന്, ഇനി ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു. അങ്ങനെ മാളു ആ പൊന്നു പൈതലിനെ അവളെ ഭർത്താവിൻ്റെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ച് നമ്മളോടെല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ പോയി. അങ്ങനെ ആ ചോര പൈതലിനെ ആ മകൻ അവൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ അവൻ വേറൊരു കല്യാണം കഴിച്ചപ്പോൾ ആ കുഞ്ഞിനോട് ആ കുഞ്ഞിൻ്റെ ഉമ്മ മരിച്ച വിവരം ആരും പറഞ്ഞില്ല. ഉമ്മ മരിച്ച വിവരം അറിയിക്കാതെയാണ് ഉപ്പ കല്യാണം കഴിച്ച ആ മകള്, ആ സ്ത്രീ ആ കുഞ്ഞിനെ വളർത്തിയത്. അവൾക്കറിയില്ലായിരുന്നു എൻ്റെ ഉമ്മ മരിച്ചു പോയിന്ന്. അവൾ വലുതായതിൻ്റെ ശേഷമാണ് അവളുടെ ഉമ്മ മരിച്ച വിവരം മോളറിഞ്ഞത്. ഇന്നവൾ അതിലെ അനിയന്മാരൊക്കെ അവൾ സ്വന്തം സഹോദരങ്ങളെപ്പോലെ അവർ സ്നേഹിച്ചു. ആ ഉമ്മയാണെങ്കിലോ സ്വന്തം മകളെ പോലെയാണ് മാളുവിൻ്റെ മകളെ സ്നേഹിച്ചത്. അതായിരുന്നു മാളുവിൻ്റെ ജീവിതം. ഇന്നും ഒരു ഓർമ്മയായിട്ട്, തീരാ നോവായിട്ട് മാളു ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ജീവിച്ചിരിക്കുന്നു. എത്ര നാൾ കഴിഞ്ഞാലും ആ മാളുവിൻ്റെ മുഖം ഞങ്ങളുടെ മനസ്സിൽ നിന്നും മായില്ല. കാരണം അത്രക്കൊരു ചിരിക്കുടുക്ക എന്ന് തന്നെ പറയാം മാളുവിനെ കൊണ്ട്. അത്ര ഒരു ചിരിയും കളിയുള്ളൊരു മോളായിരുന്നു. ഇന്നും ഞങ്ങൾ എല്ലാവരും ആ മകളെ ഓർത്ത് സങ്കടപ്പെടാറുണ്ട്. ഞാൻ വീണ്ടും നല്ലൊരു ജീവിത കഥയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്.
മാളുവിൻ്റെ മകൾ കല്യാണം കഴിഞ്ഞു. ഇന്ന് നല്ല നിലയിൽ അവൾ ജീവിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യുക. മാളൂര് മരിച്ചു പോയ നമ്മുടെ മാളൂവിനും വേണ്ടിയിട്ട്. അവളെല്ലാം കാണുന്നുണ്ടാവും അവിടെ ഇരുന്നിട്ട്. ഇവിടെ സ്വന്തം ഹാജൂസ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ഇത് ജീവിതമാണ്, കഥയല്ല. ഈ മാളു എന്നും നിങ്ങളെല്ലാവരും മനസ്സിലും നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സബ് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടെ ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായം അറിയണം. അറിയിക്കാതിരിക്കരുത് കേട്ടാ എന്ന് സ്വന്തം ഇടം വച്ച്